നൈസ് ദുങ്കസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 5ാം ക്ലാസ് കൂട്ടുകാരുടെ ഹിന്ദി പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കൂ, ആദ്യത്തെ പ്രവർത്തനം ഗതിവിധി 1. സൂചന ഖണ്ഡ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ആദ്യത്തെ പ്രവർത്തനം ടെക്സ്റ്റിനകത്തുള്ള അതേ സെൻറ്റൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഒരു പാസേജ് തന്നിട്ട് അതുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. കൃത്യമായിട്ട് എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനൊരു ട്രിക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, അതേ സെൻറ്റൻസ് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. എക്സ്ട്രാ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് മാത്രമായിരിക്കും. നമുക്ക് നോക്കാലോ. ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കോളൂ. ഏക് ദിൻ ശീതളിനെ ഏക് സപ്പന ദേഖ. ഏക് ദിൻ ഒരു ദിവസം, ശീതളിനെ ഏക് സപ്പന ദേഖ ശീതള ഒരു സ്വപ്നം കണ്ടു. ഏക് നദി തേസ് ബഹ് ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നദി സേ ഏക് മछली ബാഹർ ഉछली ഓർ കിനാരെ പത്തർ പർ ഫംസ് ഗയി. ഒരു മछली ഒരു ഫിഷ് ബാഹർ ഉछली പുറത്തേക്ക് ചാടി, ഓർ കിനാരെ സമീപത്തുള്ള നദിയുടെ തീരത്തുള്ള പത്തർ, പത്തർ മീൻസ് കല്ല്, പത്തർ പർ ഫംസ് ഗയി ആ പത്തറിൽ ആ കല്ലിൽ കുടുങ്ങിപ്പോയി. ശീതളിനെ മछली കോ വാപ്പസ് നദിമേൻ ഡാൽ ദിയ. നമ്മുടെ ശീതള ആ മछली എന്ത് ചെയ്തു? വാപ്പസ് തിരികെ നദിമേൻ ഡാൽ ദിയ നദിയിലേക്ക് വിട്ടു. ഓക്കെ, കല്ലിൽ കുടുങ്ങിപ്പോയ മത്സ്യത്തെ എന്ത് ചെയ്തു? ശീതള നദിയിലേക്ക് രക്ഷിച്ചു, നദിയിലേക്ക് വിട്ടു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കിസ്നെ സപ്പന ദേഖ. കിസ്നെ, കിസ്നെ എന്ന് പറയുന്നത് അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡാണ്. കിസ്നെ ആര് എന്ന. കിസ്നെ സപ്പന ദേഖ ആരാണ് സ്വപ്നം കണ്ടത്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. നദീനെ, പത്തറിനെ, മछलीനെ, ശീതളിനെ. ആരാ സ്വപ്നം കണ്ടത്? ശീതളിനെ. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് തന്നെ അങ്ങനെയാണല്ലേ. ഏക് ദിൻ ശീതളിനെ ഏക് സപ്പന ദേഖ. ഓക്കെ, അപ്പൊ ആൻസർ ശീതളിനെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. നദി കൈസെ ബഹ് രഹി ഥി. നദി കൈസെ ബഹ് രഹി ഥി. കൈസെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. നദി കൈസെ ബഹ് രഹി ഥി. നദി എങ്ങനെയാണ് ഒഴുകുന്നത്? ശാന്ത്, ധീരെ ധീരെ, തേസ്, ചക്കർ ഖാക്കർ. ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. നദി തേസ് ബഹ് രഹി ഥി അല്ലേ, തേസ്. അപ്പോൾ ആൻസർ എന്താണ്? തേസ്. അടുത്ത് നോക്കൂ. നദി സെ ബാഹർ ഉछली കോൻ. നദി സെ ബാഹർ ഉछली നദിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. കോൻ ആര്? ബദഖ്, മछली, മേഢക്, സാംബ്. ആരാ നദിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്? ആൻസർ മछली. കണ്ടോ, കൂട്ടുകാർക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആദ്യത്തെ പ്രവർത്തനം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മछली കഹാം ഫംസ് ഗയി. മछली കഹാം, കഹാം മീൻസ് വേർ, എവിടെ. കഹാം ഫംസ് ഗയി മത്സ്യം എവിടെയാണ് കുടുങ്ങിപ്പോയത്? സടക് പർ, പത്തർ പർ, ജംഗൽ പർ, മൈതാൻ പർ. എവിടെയാണ് മത്സ്യം കുടുങ്ങിപ്പോയത്? പത്തർ പർ അല്ലേ, പത്തർ കല്ലിൽ, കല്ലിനിടയിലാണ് മത്സ്യം കുടുങ്ങിപ്പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ശീതളിനെ മछली को कहाँ डाल दिया. ശീതളിനെ മछली को कहाँ, कहाँ വേർ, कहाँ डाल दिया ശീതള മത്സ്യത്തെ എവിടേക്ക് വിട്ടു? താലാബ് മേം, നാലെ മേം, സാഗർ മേം, നദി മേം. എവിടെയാ? ആൻസർ നദി മേം അല്ലേ, നദിയിലാ. ഇവിടെ തന്നിരിക്കുന്നത് കുളത്തിലാണോ, അരുവിയിലാണോ, സമുദ്രത്തിലാണോ? എവിടെയാണ് മത്സ്യത്തെ വിട്ടത്? നദിയിലാണ് അല്ലേ. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ മക്കളെ. ഗതിവിധി 2. സൂചന കവിത കി പങ്ക്തിയാം കോ ക്രം സേ ലിഖേ. ഹവാ ഓർ ധൂൽ എന്ന് പറയുന്ന കവിത പഠിച്ചല്ലോ. ആ കവിതയുടെ വരികളാണ് ഓർഡർലെസ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ. അതിനെ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തി എഴുതണം. നോക്കൂ. ഹവാ ധൂൽ കോ ഹവാ ഹോ ഗയി, സോത്തി ധൂൽ ഉടി ഹവാ കെ, ഛേഡ് കെ ഫാഗി, പീछे പീछे, അചാനക് ജാഗി, ധൂൽ കെ നീച്ചെ. ഇതിനെങ്ങനെ എഴുതുന്നത്? ഹവാ ധൂൽ കോ ഛേഡ് കെ ഫാഗി, സോത്തി ധൂൽ അചാനക് ജാഗി അല്ലേ. നോക്കൂ. ഉടി ഹവാ കെ പീछे പീछे, ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്ര ദേഖേം താലിക ഭരേം. ചിത്രം നോക്കി ബോക്സ് ഫില്ല് ചെയ്യാനാണ്. ബഗുല, ഗായ്, ഘോഡ, ജിറാഫ്, തോത്ത, ഗിൽഹരി. ഇവയാണ് ആ ചിത്രത്തിൽ കാണുന്നത് അല്ലേ. ബഗുല, ബഗുല മീൻസ് ക്രെയിൻ, കൊക്ക്. ഗായ്, ഗായ് കൗ, പശു. ഘോഡ, ഘോഡ ഹോഴ്സ്, കുതിര. ജിറാഫ്,
ജിറാഫ്. തോത്ത, തോത്ത പാരറ്റ്, തത്ത. ഗിൽഹരി, ഗിൽഹരി സ്ക്വിറൽ, അണ്ണാൻ. അല്ലേ, ഇത്രയും അനിമൽസിനെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി ചുവടെയുള്ള താലിക എന്താണെന്ന് നോക്കൂ. പേട് കെ ഊപ്പർ കോൻ കോൻ ഹൈ, പേട് കെ നീച്ചെ കോൻ കോൻ ഹൈ. അല്ലേ, പേട് കെ ഊപ്പർ മരത്തിന് മുകളിൽ ആരൊക്കെയാണെന്ന് എഴുതണം. പേട് കെ നീച്ചെ മരത്തിന് താഴെ ആരൊക്കെയാണെന്ന് എഴുതണം. മരത്തിന് മുകളിൽ ആരൊക്കെയാ? ബഗുളയുണ്ട്. പിന്നെ ആരൊക്കെയാണ് മരത്തിന് മുകളിലുള്ളത്? തോത്ത, ഗിൽഹരി. അല്ലേ, തോത്തയും ഗിൽഹരിയുമാണ് മരത്തിന് മുകളിലുള്ളത്. പാരറ്റും സ്ക്വിറലും. പിന്നെ പേട് കെ നീച്ചെ മരത്തിന് ചുവട്ടിൽ ആരൊക്കെയുണ്ട്? ഗായ്, ഘോഡ, ജിറാഫ്. അല്ലേ, ഗായ്, ഘോഡ, ജിറാഫ്. അടുത്ത പ്രവർത്തനം നോക്കിയോ കൂട്ടരെ. സൂചന. ഉചിത സന്ദേശ് ജോഡേം പോസ്റ്റർ കി പൂർത്തി കരേം. ഉചിതമായ സന്ദേശം എഴുതി പോസ്റ്റർ പൂർത്തിയാക്കാനാ. പേട് ലഗായേം ഹരിയാലി ഫൈലായേം. പാനി അമൂല്യ ഹൈ, ജൽ ജീവൻ കാ ആധാർ ഹൈ. നോക്കൂ, പേട് ലഗായേം ഹരിയാലി ഫൈലായേം. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തു എന്ന്. പാനി അമൂല്യ ഹൈ, ജലം അമൂല്യമാണ്. ജൽ ജീവൻ കാ ആധാർ ഹൈ, ജലം ജീവന് ആധാരമാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പോസ്റ്ററിന് ഇതിൽ ഏത് സന്ദേശമാണ് ഉചിതമായിട്ട് ചേരുന്നത്? അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. പേട് ലഗായേം ഹരിയാലി ഫൈലായേം. വൃക്ഷത്തിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്, ജലത്തിൻ്റെ പിക്ചറല്ല. അല്ലേ, അപ്പോൾ നമുക്ക് അവിടെ എഴുതേണ്ടത് എന്താണ്? പേട് ലഗായേം ഹരിയാലി ഫൈലായേം. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തൂ. അഞ്ചാമത്തെ പ്രവർത്തനം. സൂചന. ചിത്ര ദേഖേം ഉചിത വാക്യക്ക് പൂർത്തീകരെ. ചിത്രം നോക്കി വാക്യം പൂർത്തിയാക്കാനാണ്. ചിത്രം നോക്കിക്കോളൂ കൂട്ടുകാർ. ചിത്രം വളരെ ശ്രദ്ധയോടെ നോക്കുക. കണ്ടല്ലോ, ഒരു വൃക്ഷമുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്, മത്സ്യമുണ്ട്, കല്ലിന് പുറത്ത് ഒരു മേംഡക്ക്, ഒരു തവള ഇരിപ്പുണ്ട്. കണ്ടല്ലോ ചിത്രം. ഇനി താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കൂ. സെൻറ്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ആ ബോക്സിനകത്ത് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. പാനി ഫരാഹെ, ജലം നിറഞ്ഞു കിടക്കുന്നു. കൈ പത്തേഹയും, ധാരാളം ഇലകളുണ്ട്. കൈ ഫൂൽഹയും, ധാരാളം പൂക്കളുണ്ട്. ഊപ്പർ മേണ്ടക് ഹെ, മുകളിൽ തവളയുണ്ട്. ഏക് പേട് ഹെ, ഒരു മരമുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇനി ആ സെൻറ്റൻസുകൾ നമുക്ക് എവിടെയാണ് വയ്ക്കേണ്ടത് നോക്കൂ. താലാബുമേ, എന്താ താലാബുമേ? കുളത്തിൽ എന്താ ഉള്ളത്? പാനി ഫരാഹേ, ജലം നിറഞ്ഞു കിടക്കുന്നു. പേട് പർ കൈ പത്തേഹൈം, പേട് പർ മരത്തിൽ എന്താ ഉള്ളത്? കൈ പത്തേ, ധാരാളം ഇലകളുണ്ട്. പൗധേ പർ ചെടിയിൽ എന്താ ഉള്ളത്? കൈ ഫൂൽ ഹൈം, ധാരാളം പൂക്കളുണ്ട്. അല്ലേ, പൂക്കൾ, ഫൂൽ. പൗധേ പർ കൈ ഫൂൽ ഹൈം. നോക്കൂ, താലാബ് കെ കിനാരെ, താലാബിന്റെ സമീപത്ത്, കിനാരെ സമീപം. താലാബ് കെ കിനാരെ ഏക് പേട് ഹെ, കുളത്തിന് സമീപമായിട്ട് ഒരു വൃക്ഷമുണ്ട്, ഒരു മരമുണ്ട്. പത്തർ കെ ഊപ്പർ മേണ്ടക് ഹേ, പത്തർ കെ ഊപ്പർ മേണ്ടക് ഹേ. പത്തർ മീൻസ് സ്റ്റോൺ, കല്ല്. കല്ലിന്റെ മുകളിൽ ഊപ്പറിൽ ആരാ ഉള്ളത്? മേണ്ടക്, തവള. പത്തറിന് മുകളിൽ, കല്ലിന് മുകളിൽ തവളയുണ്ട്. ആറാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്ര ദേഖേം പഹചാനേം ഓർ സംഖ്യ വാചക് ശബ്ദ ലിഖേം. ചിത്രം നോക്കുക, മനസ്സിലാക്കുക, സംഖ്യ എഴുതുക. നമ്പേഴ്സ് കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കൂ, കൗണ്ട് ചെയ്യുക, എഴുതുക. കിത്തനെ സന്തരേ ഹായും, ഇവിടെ എത്ര സന്തരെ ഓറഞ്ചുകളുണ്ട്? 1 2 3 4 5 6. ചഹ് മീൻസ് 6, അല്ലേ, 6. ഓക്കെ. കിത്തനെ ഫൂൽ ഹായും, എത്ര പൂക്കളുണ്ട്? 1 2 3 4 5. 5. ഓക്കെ. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. 10 മീൻസ് 10. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. 1 2 3 4 5 6 7 8. 8 മീൻസ് 8. ദെൻ തിത്തലി, ബട്ടർഫ്ലൈസ് എത്ര ഉണ്ട് നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 9. 9 മീൻസ് 9. ഓക്കെ. കൂട്ടുകാർക്ക് ഗിനത്തി അറിയാമല്ലോ, നമ്പേഴ്സ് അറിയാമല്ലോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ മോഡൽ. ഇതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.